ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരിച്ചവരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു റെന ഫാത്തിമ. വ്യത്യസ്തതയാർന്ന മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിവിധ ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസണിൽ തൻ്റേതായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനും ആരാധകരെ സമ്പാദിക്കാനും ചുരുങ്ങിയ കാലയളവിൽ തന്നെ റെനയ്ക്ക് സാധിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെന യൂട്യൂബ് ചാനൽ വഴി മാസം ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നതും. കോഴിക്കോട് സ്വദേശിനിയായ താരം അടുത്തിടെ ബാംഗ്ലൂരിൽ ഫ്ലാറ്റെടുത്ത് താമസം തുടങ്ങിയത്. ഇപ്പോഴത്തെ റെനയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത്. ബിഗ് ബോസിൽ താരത്തിൻ്റെ സഹമത്സരാർത്ഥികളായിരുന്നു ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും. ഇരുവരും അടുത്തിടെ ഒരു നായക്കുട്ടിയെ വളർത്താനായി വാങ്ങിയിരുന്നു. അത് കണ്ട് ഇഷ്ടം തോന്നി റെനയും കഴിഞ്ഞ ദിവസം ഒരു നായ്ക്കുട്ടിയെ സ്വന്തമായി വാങ്ങി. റൂഹ്ന എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ആദിലയും നൂറയും എന്നോട് ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പുതിയ ഫ്ലാറ്റിലേക്ക് മാറി ഒന്ന് ഫിനാൻഷ്യലി സെറ്റായി വരികയായിരുന്നു. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം പോലുമില്ല. എന്നിട്ട് പോലും അവരുടെ ഇൻഫ്ലുവൻസസ് കാരണം ഞാൻ ഒരു പപ്പിയെ വാങ്ങി എന്നാണ് പെടുന്നനെ നായ്ക്കുട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണമായി റെന പറഞ്ഞത്. ഇസ്ലാം മതത്തിൽ നായകൾ ഹറാമാണ്. അതിനാൽ ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും റെനയ്ക്ക് നേരെയുണ്ടായി. അതിനുള്ള മറുപടിയും റെന നൽകി. ഗൈസ്, നിങ്ങൾക്കറിയാമോ, പണ്ട് ഞാൻ നായയെ വെറുതെ ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. തലയിലൂടെയല്ല, ശരീരത്തിൽ മാത്രമാണ് ചെളിവെള്ളം ഒഴിച്ചത്. ഞാൻ പട്ടിയെ പണ്ട് തൊട്ടതിൻ്റെ പേരിൽ 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേർ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒരു പ്രാവശ്യം മാത്രമാണ് ചെളിവെള്ളത്തിൽ കുളിക്കേണ്ടത്, ബാക്കിയുള്ള 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിൽ കുളിച്ചാൽ മതിയെന്ന്. ഇതൊന്നും ഓവർ ഹൈപ്പ് ചെയ്യേണ്ടതില്ലെന്ന് അടക്കവും എന്തൊക്കെയോ പലരും പറഞ്ഞു. ഞാൻ ഇസ്ലാം മതത്തിൽ താഴ്ത്തി പറഞ്ഞതുപോലെ തോന്നിയെന്നും ചിലർ പറഞ്ഞു. ആദ്യമേ പറയട്ടെ, നമ്മൾ ഒരു പട്ടിയെ തൊട്ടതിൻ്റെ പേരിൽ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. അറിയാത്തവർക്ക് വേണ്ടി ഇസ്ലാമികപരമായി പറയുകയാണ് ഞാൻ. പട്ടിയുടെ മൂക്കിൽ നിന്നുള്ള ദ്രാവകമോ സലൈവയോ അതിൻ്റെ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ നഖമോ ശരീരത്തിൽ തൊടുകയോ ചെയ്താൽ മാത്രമാണ് ഇസ്ലാമിൽ ചെളിവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ കുളിച്ചത് അത് അനാവശ്യമായ ഒന്നായിരുന്നു. എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇത്രയും മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇസ്ലാം മതം ഭയങ്കര മോശമാണെന്ന രീതിയിലേക്ക് നിങ്ങൾ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇസ്ലാമിൽ പട്ടികൾ ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങ് സഹിച്ചു എന്നുമാണ് റെന പറഞ്ഞത്. റെന 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു റിയാക്ഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി ആ വീഡിയോ വൈറലായി. അതിനുശേഷമാണ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് റെന സീരിയസ് ആയി കണ്ടു തുടങ്ങിയത്.